നാമത്തിൽ ഏവർക്കും വന്ദനം. ഈ ചാനലിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന വിഷയം യേശു ആരാണ് എന്ന വിഷയമാണ്. അതിനാധാരമായി യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്ക്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിക്കുവിൻ. യേശു തൻ്റെ ശിഷ്യനായിരിക്കുന്ന ഫിലിപ്പോസിനോട് സംസാരിച്ച വിഷയം. ഫിലിപ്പോസ് പറഞ്ഞു, യേശുവേ, അങ്ങയുടെ പിതാവിനെ കാണിച്ചു തരണം. ഇത്രയും നാൾ എൻ്റെ കൂടെ നീ നടന്നിട്ടും ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലയോ? യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന് പോലും യേശു ആരാണെന്ന് മനസ്സിലായിട്ടില്ല. നമുക്ക് ഈ ലോകത്തിൽ 3 തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും. 1, സത്യാന്വേഷികൾ. 2, സംശയാലുക്കൾ. 3-ാമത്തെയാണ് മതതീവ്രവാദികൾ. ഒരു സത്യാന്വേഷിക്ക് മാത്രമേ യഥാർത്ഥമായി യേശു ആരെന്ന് കണ്ടെത്തുവാൻ കഴിയും. ഒത്തിരി ബുക്കുകൾ റെഫർ ചെയ്തതുകൊണ്ടോ ഒരു ഗുരുവിൻ്റെ പാദപീഠത്തിൽ പഠിച്ചതുകൊണ്ടോ ഏതെങ്കിലും മത പഠനശാലയിൽ നാം പോയി പഠിച്ചതുകൊണ്ടോ യേശുവിനെക്കുറിച്ചൊന്നും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയത്തില്ല. യഥാർത്ഥമായ സത്യം അറിയണമെന്ന ബോധ്യത്തിൽ ഏത് മതത്തിൽപ്പെട്ട സഹോദരങ്ങളായാലും നിങ്ങൾ അന്വേഷിക്കുന്ന പക്ഷം, ഒരു സത്യാന്വേഷി പോലെ തിരയുന്ന പക്ഷം, നിങ്ങൾക്ക് കാര്യങ്ങൾ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. യഥാർത്ഥമായി യേശു ആരെന്ന് വെളിപ്പെടണമെങ്കിൽ ഒരു ഫിലോസഫി വായിച്ചതുകൊണ്ട് കഴിയത്തില്ല. അത് ദൈവം തരുന്ന വെളിപ്പാടാണ് യേശു ആരാണെന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രനെ നമുക്ക് വെളിപ്പെടുത്തി എന്നുള്ള വശസ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. വശസ് എന്ന് പറയുമ്പോൾ അത് മാറിടം. അവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും യേശു സത്യദൈവമാണെന്നുള്ളത്. ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നു, പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് വിശ്വസിപ്പിൻ. അപ്പോൾ പിതാവും പുത്രനായ യേശു ഒന്നാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കും. അടുത്തത് യേശു അവിടെ പറയുന്നു, എന്നിൽ വിശ്വസിക്കേണ്ട പ്രവൃത്തികൾ, ഞാൻ ചെയ്ത പ്രവൃത്തികളെ നോക്കുവിൻ എന്നുള്ളതാണ്. നമുക്കറിയാം, അനവധി ആളുകൾ പറയുന്നു യേശു പ്രവാചകനാണ്, തത്വജ്ഞാനിയാണ്, പക്ഷേ ബൈബിൾ കെട്ടുകഥയാണെന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ കഴിയും. എൻ്റെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസുകളിൽ, എൻ്റെ ജീവിതത്തിൻ്റെ പഠനങ്ങളിൽ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനാ മണ്ഡലത്തിൽ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഈ വചനത്തിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, യേശുവിൻ്റെ പ്രവൃത്തികൾ യോഹന്നാന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും പല സുവിശേഷങ്ങളും നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പച്ചവെള്ളം വീഞ്ഞാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 3 ദിവസമാണ് യൂതന്മാരുടെ കല്യാണം. H2O ആയിരിക്കുന്ന പച്ചവെള്ളം ഒരുപക്ഷെ നാച്ചുറായിരിക്കുന്ന പച്ചവെള്ളം ഒരിക്കലും വീഞ്ഞാകാൻ സാധ്യതയില്ല. അത് വീഞ്ഞായി തീരണമെങ്കിൽ മുന്തിരി എടുത്ത് ചാറുണ്ടാക്കി 20 ദിവസം അത് മറച്ചു വെക്കണം. അവിടെ നമുക്കറിയാം, ആ കല്യാണത്തിൻ്റെ പോരായ്മ യേശു കിടത്തിക്കിടന്ന പച്ചവെള്ളത്തെയാണ് വീഞ്ഞാക്കുന്നത്. അവിടെ നമുക്ക് മനസ്സിലാകും യേശു ആരാണ്. ഒരിക്കലും ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് യേശു ഇവിടെ ചെയ്യുന്നത്. നമുക്കവിടെ ഒരു ദൈവം ചെയ്യുന്ന പ്രവൃത്തി, മാനുഷിക നോളജിനും മനുഷ്യത്തിൻ്റെ പരിമിതിക്കും അപ്പുറം നിൽക്കുന്ന ഒരു തലമാണ് ദൈവമെന്നുള്ളത്. മനുഷ്യനെ കൊണ്ട് കഴിയാത്ത ദൈവത്തെ കൊണ്ട് സാധിക്കാൻ കഴിയുമെന്നുള്ളതാണ്.
യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 38 വർഷം കുളക്കരയിൽ ഒരു മുടന്ത് കിടക്കുകയാണ്. യേശു അവനെ സൗഖ്യമാക്കാൻ കഴിയും. ഒരു മനുഷ്യനെ കൊണ്ട് കഴിയാത്തൊരു കാര്യമാണ് തളവാത രോഗിയെ അവനെ കർത്താവ് സൗഖ്യമാക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമുക്കൊരു കുരുടനെ, ജന്മനാ കുരുടൻ്റെ കണ്ണിൽ യേശു ചേറുണ്ടാക്കിയവനെ സൗഖ്യമാക്കുന്നത് കാണാൻ കഴിയും. അവൻ്റെ കണ്ണ് കാണുന്നതും അവനെ കണ്ണ് റെസ്റ്റോർ ചെയ്യുന്നതും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അതിനേക്കാൾ നമുക്കൊരു തെളിവാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ. അവിടെ എന്താണ്? മരിച്ചു നാറ്റം വമിച്ച് 4 ദിവസമായ ലാസറിനെ യേശു പുനരുദ്ധിക്കുന്നു, പുനർജീവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യേശുവിന് മാത്രമേ ഒരുവനെ, മരിച്ചവനെ, നാറ്റം വമിച്ചവനെ പുറത്തു കൊണ്ട് ജീവിപ്പിക്കാൻ കഴിയും. ഒരിക്കലും സയൻറ്റിഫിക് നോളജിനകത്ത്, ശാസ്ത്രത്തിനകത്ത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് അവിടെ ഒരു ദൈവം, അവിടെ ദൈവത്തിന് പ്രവൃത്തി കാണിക്കുന്നു. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ രാത്രി മുഴുവൻ അധ്വാനിച്ച പടകിനകത്ത് സ്വത്രം ഒന്നും കിട്ടാതിരുന്ന അവിടെ ജീവിതത്തിനകത്ത് കർത്താവ് അവിടെ പെരുത്ത മീൻ കൂട്ടം കൊടുക്കുന്ന നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഹല്ലേലൂയ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു കടലിൻ്റെ മീതെ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സ്തോത്രം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കാറ്റിനെയും കടലിനെയും യേശു ശാസിക്കുന്നതിലൂടെ എല്ലാം യേശുവിൻ്റെ ദൈവത്വത്തെയാണ് തെളിയുന്നത്. ഇന്ന് എൻ്റെ ശ്രോതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ബൈബിൾ സ്തോത്രം സത്യം അന്വേഷിച്ചുകൊണ്ട് വായിക്കുക. അങ്ങനെയായാൽ ചില സത്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടും, ചില പൊരുളുകൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതിനായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഏത് മതത്തിലാകട്ടെ, ഏത് ജാതിയിലാകട്ടെ, ഏത് വർണ്ണത്തിലാകട്ടെ, ഏത് നിറത്തിലാകട്ടെ, ഏത് വിഷാദികളാകട്ടെ, ഏത് തന്നെയായാലും പാവപ്പെട്ടവനാകട്ടെ, പണക്കാരനാകട്ടെ, യഥാർത്ഥമായി ഒരു പഠിതാവിനെ പോലെ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ അത് വെളിപ്പെടുത്തും. അതിനായി ഈ ചാനൽ മുഖേന ഈ വചനം, ഈ വാക്കുകൾ, ഈ പ്രോത്സാഹനം നിങ്ങൾക്ക് ആശ്വാസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ സഹോദരൻ ജോയ് മോൻ കുണ്ട്ര. ഗോഡ് ബ്ലസ് യു.